ഐശ്വര്യത്തിന്റെ, ആഘോഷത്തിന്റെ, ഒത്തുചേരലിന്റെ ഉത്സവമാണ് പൊന്നോണം. ഓണക്കാഴ്ചകളുമായി നിരവധി പേർ കടന്നു വന്ന വലിയ ചരിത്രം പേറുന്ന തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ തിരുമുറ്റത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടേക്ക് അല്പസമയത്തിനകം വ്യത്യസ്തമായ ഓണക്കാഴ്ചകളുമായി ഒരു കൂട്ടം ആളുകൾ എത്തുന്നുണ്ട്. അവർക്ക് പറയാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, പങ്കുവയ്ക്കാൻ ചില പ്രത്യേക വിശേഷങ്ങളുണ്ട്. അവർ കാണാനെത്തുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇളമുറ തമ്പുരാനായ പ്രിൻസ് ആദിത്യവർമ്മയെ കാണുവാനാണ്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. ഈ ഓണനാളുകളിൽ ഓണക്കാഴ്ചകളുടെ വലിയ ചരിത്രം പറയാനുള്ള തിരുവിതാംകൂറിൻ്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അതിവിശിഷ്ടനായ ഒരു അതിഥിയോടൊപ്പം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇളമുറ തമ്പുരാൻ പ്രിൻസ് ആദിത്യവർമ്മ. ഒപ്പം നമ്മോടൊപ്പം ചേരുന്നു ഫെങ്ഷു ഇന്റർനാഷണൽ മാസ്റ്റർ ശ്രീമതി ചിത്ര ഹാൻസൺ. നമസ്കാരം. ആദ്യം ഓണാശംസകൾ. ഹാപ്പി ഓണം. വളരെ ഒരു കളർഫുള്ളായ ഒരു അറൈവലാണ് ചിത്ര ഹാൻസനും സംഘവും ഇന്നിവിടെ നടത്തിയത്, അല്ലേ? അതെ, തീർച്ചയായും. വളരെ ഒട്ടേറെ ഓണക്കാഴ്ചകളുമായി ഒരു ലാഫിംഗ് ബുദ്ധയുണ്ടായിരുന്നു. അതാണ് കൊടുത്തത്. ഈ ലാഫിംഗ് ബുദ്ധയുടെ ഈ ഓണക്കാഴ്ച തമ്പുരാന് നൽകുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു? ഓണം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഹാപ്പിനെസ്, പ്രോസ്പെരിറ്റി, അബണ്ടൻസ് എല്ലാം അല്ലേ. ലാഫിംഗ് ബുദ്ധയും അതെ. ഇപ്പൊ ഈ ലാഫിംഗ് ബുദ്ധ ഇറ്റ് ഇസ് ഹെവി. ഇതിൻ്റെ അകത്ത് ദിസ് ബുദ്ധ ഇസ് സോ ഹാപ്പി. നമ്മൾ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ വി ഫീൽ ലൈക്ക് ബീങ് ഹാപ്പി അല്ലേ. കയ്യിലുള്ളത് വെൽത്ത് സാക്ക് ആണ്, ഹോൾഡിംഗ് വെൽത്ത്, ആൻഡ് ദിസ് ഇസ് ഫോർ ഹെൽത്ത്, ഊലു. അപ്പം ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും, ദാറ്റ് ഇസ് വാട്ട് എവ്രി വൺ നീഡ്സ്. എല്ലാം തമ്പുരാന്. ഈ ഓണക്കാഴ്ചകളുടെ വലിയ ചരിത്രമുണ്ട് നമുക്ക്, അല്ലേ? ഈ ഒട്ടേറെ വിഭവങ്ങൾ കാർഷിക വിഭവങ്ങളായിട്ട് വരാറുണ്ട്. പണ്ട് രാജഭരണം നിലനിന്നിരുന്ന സമയത്തും ഇപ്പോഴും വരാറുണ്ട് ഒട്ടേറെ ആളുകൾ ഓണക്കാഴ്ചകളായിട്ട്, അല്ലേ? ഉണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ, ഓണത്തെക്കുറിച്ചും ഓണക്കാഴ്ചകളെ കുറിച്ചും ഒക്കെ തമ്പുരാൻ? ഏറ്റവും കൂടുതൽ ഓണക്കാഴ്ചയായിട്ട് വരുന്നവർ നമ്മുടെ കോട്ടൂർ ആദിവാസി സെറ്റിൽമെൻറ്റും പിന്നെ അതുപോലെ എൻ്റെ അടുത്തുള്ള സെറ്റിൽമെൻ്റ് ആൾക്കാരാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ വന്നിരുന്നു. അവർ ഈ കാട്ടിലുണ്ടാകുന്ന പ്രത്യേകിച്ചുള്ള വലിയ, എനിക്കതിൻ്റെ പേര് പോലും പറയാറില്ല, തേനുണ്ട് എന്തായാലും. ഈ അവരുടെ ഒരു എനിക്കൊന്ന് മുളം ബോട്ടിൽ പോലത്തെ അതിൽ തേന്, പിന്നെ വലിയ മത്തങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ, പിന്നെ കാട്ടിലുണ്ടാകുന്ന പലതരം സാധനങ്ങളും കൊണ്ടുവരും. അവർ തന്നെ കൈകൊണ്ടുണ്ടാക്കി വട്ടികളിൽ വെച്ച് കൊണ്ടുവരികയാണ്. ഓക്കെ. അവർ എല്ലാ ഓണ സീസണിലും ഇതുപോലെ വരും, ഇവിടെ വരും, മുടങ്ങാതെ വരും. ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാറുണ്ടോ ഓണക്കാഴ്ചകളുമായിട്ട്? നാട്ടിൽ നിന്ന് അങ്ങനെ ആരും, അങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ തന്നെ ഇത്രയും പേര് നാട്ടിൽ ആൾക്കാരെ കാണുന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയ കാഴ്ച. തീർച്ചയായിട്ടും ഇത് വരുന്നു, സമ്മാനിക്കുന്നു, തിരികെ അവർക്ക് സമ്മാനങ്ങൾ കൊടുത്താണ് വിടുന്നത്. പണ്ടും അങ്ങനെയായിരുന്നു, അല്ലേ? അതെ. ഈ കൊടുക്കൽ വാങ്ങലിന്റെ ഒക്കെ ഒരു, നമ്മൾ എത്രത്തോളം കൊടുക്കും അതിനിരട്ടി നമുക്ക് കിട്ടും. ഫെങ്ഷു അങ്ങനെ പറയുന്നു. സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷനിലും എല്ലാം അങ്ങനെ തന്നെ. നീറ്റ് ലവ്, അല്ലെങ്കിൽ കൊടുക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഫിസിക്കൽ കൊടുക്കൽ മാത്രമല്ല. നമ്മളിപ്പോ സ്നേഹം എന്നുള്ളൊരു വികാരം, അതല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദിയുള്ളവനായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകേണ്ട ഒരു എനർജിയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ലാക്ക് തോന്നിയാൽ, ഒരു വിഷമം തോന്നിയാൽ, എനിക്ക് പോരാ, കുറച്ചും കൂടെ വേണം, അല്ലെങ്കിൽ നല്ല മെച്ചപ്പെട്ട ഒരു ജോലി, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സാലറി വേണം എന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഉള്ളതിന് മുഴുവൻ ഇരുന്നങ്ങോട്ട് നന്ദി പറയാം. ഒരാഴ്ച ഡു ദിസ് പ്രാക്ടീസ് ആൻഡ് ഓട്ടോമാറ്റിക്കലി ആവശ്യമുള്ളത് ഇങ്ങോട്ട് എത്തും.
നമ്മൾ എഫേർട്ട് ഇടാതെ എത്തും. ആൻഡ് ദാറ്റ് ഇസ് ദ മാജിക് ഓഫ് ഗിവിങ്. യു ആർ എക്സ്റ്റെൻഡിങ് ദാറ്റ് എനർജി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം നമ്മളത് പറയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി മാറും. പക്ഷേ ഞാൻ പറയുകയാണ് ഒരു 10-20, അത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആദ്യം ഒരു 5 ഐറ്റം ഉണ്ടാവുള്ളൂ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. പക്ഷെ ഞാനതിങ്ങനെ വെറുതെ പറയുകയാണ്, താങ്ക് യു ഫോർ ദിസ്, താങ്ക് യു ഫോർ ദാറ്റ്. ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിച്ചറിയാം ഒരു 10-50 എണ്ണത്തിലേക്ക് ഞങ്ങൾ നീണ്ടുപോകും. ബിക്കോസ് ദി യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു. എപ്പോഴും അങ്ങനെയാണ്. അപ്പം നമ്മുടെ എനർജി മാറി, ഫ്രീക്വൻസി മാറി. അപ്പോൾ ആ ലൈക്ക് ഫ്രീക്വൻസിയുള്ള സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് തിരിച്ച് അട്രാക്ട് ആവും. ഓക്കെ. അപ്പോൾ ഈ വലിയൊരു പോസിറ്റീവ് മെസ്സേജ് ഓണത്തിനുണ്ട് നമുക്കല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് ഉള്ളത് എന്തൊക്കെയാണോ അതിൽ തൃപ്തിപ്പെടുക അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതിന് ഇരട്ടിയായി തിരികെ. അത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പവർ, യൂണിവേഴ്സൽ പവർ ദൈവമാണെങ്കിലും അത് നമുക്ക് കിട്ടും. ഉണ്ട്. നമ്മൾ ഇപ്പം ഇതിൽ തന്നെ ഞാൻ അത് പറഞ്ഞോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലവ് മെഡിറ്റേഷൻ ആൻഡ് വെൽത്ത് മെഡിറ്റേഷൻ അങ്ങനെ 2 സംഭവങ്ങൾ ജനറലി ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മുടെ മെഡിറ്റേഷൻ ഗ്രൂപ്പ് മെമ്പേഴ്സാണ്. അപ്പം ഇവർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ലവ് ആൻഡ് വെൽത്ത് മെഡിറ്റേഷൻ ഒക്കെ ആയിരിക്കും. എന്താണ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെന്റ് സ്റ്റെപ്സ്? ഇപ്പം ഇത് കാണുന്നവർക്ക് അത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, പേരിൽ തന്നെ ലവ് ആണ്. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത് ഫൊർഗീവ്നെസ് മീൻസ് നമുക്ക് എത്ര വെറുപ്പുള്ളവരെ ആയാലും നമുക്ക് അവരെ ഹഗ് ചെയ്യാനായിട്ട് പറ്റണം. അവരോട് പൂർണ്ണമായിട്ടും എല്ലാ ദേഷ്യവും വെറുപ്പും എല്ലാം മാറ്റി അവരെ നമ്മൾ നേരിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ ഹഗ് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഫസ്റ്റ് തിങ്. പിന്നെ അവർക്ക് പിന്നെ എപ്പോഴും നമ്മൾ ലവ് എനർജി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ഭാഗത്തു നിന്ന് നമ്മൾക്ക് ഇങ്ങോട്ടും അത് തന്നെയായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മളെ ലവ് ചെയ്യാൻ തുടങ്ങും അല്ലെ? നമ്മളുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികള്, അയൽക്കാര്, ബന്ധുക്കള്, നെയ്ബേഴ്സ് എല്ലാവരും നമ്മളെ നോക്കുമ്പോൾ അവരെ ഹാപ്പി ആയിട്ട് നമ്മളെങ്ങനെയാണോ അതേപോലെ അവർ നമ്മളോടും അതേപോലെ ഹാപ്പി ആയിട്ടായിരിക്കും പിന്നീടുള്ള നമുക്ക് കിട്ടുന്ന എല്ലാ. ഗ്രേറ്റ്, താങ്ക് യു. ആൻഡ് ദാറ്റ് ഈസ് വൺ മെത്തേഡ് ഓഫ് അട്രാക്ടിങ് അബണ്ടൻസ് എന്ന് പറയും. ആദ്യം നമ്മുടെ ഉള്ളിൽ കാലിയാക്കുക. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ ദേഷ്യമോ സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഉള്ളിൽ കാലിയാക്കിയാലേ കുറേ അബണ്ടൻസ് എന്ത് ആണെങ്കിലും, വെൽത്ത് ആണെങ്കിലും ലവ് ആണെങ്കിലും ഹാപ്പിനെസ് ആണെങ്കിലും വരുള്ളൂ. അപ്പൊ ഈ സ്റ്റക്ക് ആയിട്ടുള്ള എനർജീനെ ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഫൊർഗിവ്നെസ്. അത് നമ്മൾ ആരോടാണ് ക്ഷമിക്കേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാരുടെ മുഖം വരും. അവരോടൊക്കെ ഒന്ന് ഫൊർഗിവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ സ്റ്റാർട്ട് ടു ഹാപ്പൻ. ദിസ് എനർജി വിൽ, നമ്മുടെ ഉള്ളിൽ ആ ഡിവൈൻ ഫ്രീക്വൻസി എന്ന് പറയും. ഡിവൈൻ എനർജിക്ക് ആക്ച്വലി നമ്മുടെ ഉള്ളിലേക്ക് നിറവ് കൊണ്ടുവരണം എന്നുണ്ട്. പക്ഷെ നമ്മളാണ് ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തത്. അതെ, നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സ് നോക്കിക്കോളും. ഇത് പറഞ്ഞ പോലെ ഈ ഒരു മോയ്സ്ചറുള്ള കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കുന്ന പോലെയാണ്. മോയ്സ്ചറാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമ്മുടെ സ്വന്തം മുഖം നമുക്ക് എക്സാക്ട്ലി ആ ഉള്ളിലെ സാധനം മുഴുവൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിവൈൻ ആണ് പ്രകാശിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ. യെസ്, ഒരു വലിയ ഗ്യാതറിംഗ് ഇവിടെ ഉണ്ട്. ഓണവും ഗ്യാതറിങ്ങിന്റെ ഒരു കഥയാണ് നമ്മളോട് പറയുന്നത് അല്ലേ? ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും, ഒരുപാട് സമാധാനം കിട്ടും. ഈ ആരോടും ഒന്നും സംസാരിക്കാനില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുറേയേറെ ജന്മങ്ങൾ, ഇവർക്കിടയിലേക്കാണ് ഈ കൂട്ടായ്മയുടെ പ്രസക്തിയുടെ മെസ്സേജ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ് ആ കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? അങ്ങ് ഒട്ടേറെ ഈ ഓണക്കാലത്ത് മാത്രമല്ല, ചെറുപ്പം മുതൽ തന്നെ ഈ കൂട്ടായ്മകളുടെയും ഒത്തുചേരലുകളുടെയൊക്കെ ഒരുപാട് കഥകൾ അങ്ങയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഉണ്ട്. ഇവിടെ തന്നെ പണ്ട് വല്യമ്മയും വല്യമ്മനും ഉമ്മാമാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഓണം എന്ന് പറയുന്ന എപ്പോഴും ഇതിൻ്റെ 10 ഇരട്ടി ആളായിരുന്നു. അവരുടെ ആ ജനറേഷൻ കഴിഞ്ഞപ്പോൾ അവരെ കാണാൻ വന്നുകൊണ്ടിരുന്ന ആൾക്കാർ ഇടയ്ക്ക് ഒരുപാടങ്ങ് കുറഞ്ഞു. ഇനിയിപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് നമ്മൾക്ക് വെളിയിറങ്ങിയാലും ആൾക്കാർ ഒന്ന് നോക്കും, ഈ ഞാൻ കണ്ട ആളല്ലേ. അല്ല, ഇപ്പൊ ബന്ധുക്കളൊക്കെ വരാറില്ല, പല സ്ഥലത്താണല്ലോ, പല ഓണത്തിന് സ്ഥലങ്ങളിലാണ്. അബ്രോഡ്, ജ്യേഷ്ഠന്റെ മകൻ ഓസ്ട്രേലിയയിലാണ്. ഓക്കെ. പിന്നെ ഓരോരുത്തരും പിന്നെ ഞങ്ങളിപ്പോ എല്ലാം കൂടെ 7 പേരേ ഉള്ളൂ, ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അവരൊക്കെ എല്ലാവരും ഇവിടെ ഉള്ളവർ വരും. ഓക്കെ. ഇപ്പൊ ഈ ഓണത്തിനും മറ്റുമൊക്കെ ഈ മറ്റ് പാലസുകളിൽ നിന്നൊക്കെ ബന്ധുക്കൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, അതിന്റെ ഇപ്പോഴത്തെ ഓണം എങ്ങനെയാണ്? പണ്ട് അച്ഛന്റെ അമ്മ, അച്ഛന്റെ അച്ഛൻ, പിന്നെ അച്ഛന്റെ സ്ഥലത്തുനിന്ന് ബന്ധുക്കൾ എല്ലാം കൂടെ ഒരു 10 പേര്. അച്ഛൻ ഇവിടുന്ന് കാറിപ്പോയി വിളിച്ചോണ്ട് വരികയായിരുന്നു. അതുപോലെ വല്യച്ഛൻ്റെ, അച്ഛൻ്റെ സ്ഥലം തിരുവല്ല, വല്യച്ഛൻ്റെ ഹരിപ്പാട്.
അപ്പോൾ രണ്ടിടത്തുനിന്നും ഈ ഓണം വിഷുവിനൊക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ട് വരും. അവരും എല്ലാവരുമായിട്ട് ആ ഒരു ജനറേഷൻ ആൾക്കാർ സംസാരിക്കുകയും ഒരു ഒത്തുചേരലായിരുന്നു. ഇപ്പം പിന്നെ അവർ ഞാൻ പറഞ്ഞില്ല, ആ തലമുറയിൽ ഇപ്പോൾ ആരുമില്ല. ഓക്കെ. പിന്നെ അടുത്ത തലമുറയിലെ ആൾക്കാർ മിക്കവരും വിദേശത്തും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും. ഓണത്തിന് വന്നാലായി വന്നില്ലെങ്കിലായി. ഓക്കെ. ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒത്തുചേരലിന് ഒരു പ്രത്യേക സുഖമാണ്. പല സ്ഥലത്ത് നിന്നും അവധിക്ക് നാട്ടിലേക്ക് എത്തുന്നത് ആ സമയത്താണ്. അതെ. ഇതുപോലെ ബന്ധുക്കളുടെ എല്ലാം ഒത്തുചേരൽ അവിടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷമങ്ങളെല്ലാം മറക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് തോന്നുന്നു. അതെ അതെ. എല്ലാവർക്കും എല്ലാവരും പുറത്തേക്ക് ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരവർക്കറിയാം അവരവരെ ക്യാരി ചെയ്യുന്ന ബേർഡൻ എന്ത് മാത്രമാണോ എന്നുള്ളത്. ഓരോരുത്തർക്കും വേരി ചെയ്യുന്ന മാത്രം അല്ലേ. എല്ലാവരും ദേ വിൽ ക്യാരി സം ഓർ ദി അതർ സോർട്ട് ഓഫ് എ ബേർഡൻ. ദാറ്റ് ഇസ് ബൈ ഡിഫോൾട്ട് അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിനെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നനുസരിച്ചിട്ടിരിക്കും. ഹൗ ഡു യു പെർസീവ് ദാറ്റ്, ഓർ നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന വിക്ടറി. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഹൗ ഡു യു ഹാൻഡിൽ പ്രോബ്ലംസ്? ഇന്നും ഞാൻ പത്മനാഭൻ്റെ അവിടെ പോയി സറണ്ടർ ചെയ്യും. ആദ്യം ഫസ്റ്റ് അക്സെപ്റ്റ് ദി സിറ്റുവേഷൻ ആസ് ഇറ്റ് ഇസ്, ദെൻ ഐ ജസ്റ്റ് സറണ്ടർ ടു ദി ഡിവൈൻ. ശരിക്കും അതൊരു അനുഭവമാണ്. തീർച്ചയായിട്ടും പത്മനാഭൻ്റെ മുമ്പ് ഞാൻ പോയി പറയണ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു പത്മനാഭ ഫാൻ എല്ലാ ദിവസവും. ജസ്റ്റ് ടുഡേ, ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ ടു ബി വിത്ത് ചിത്രാമ്മ ആൻഡ് വിത്ത് പ്രിൻസ് ആദിത്യവർമ്മ, അതൊരു അത്ഭുതമാണ്. മാനിഫെസ്റ്റ് ചെയ്തു അല്ലേ? അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ. സറണ്ടറിങ് ടു പത്മനാഭ, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു പ്രിൻസ് ആദിത്യവർമ്മയ്ക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പൂർവ്വര് രാജ്യം മൊത്തം പത്മനാഭസ്വാമിക്ക് സറണ്ടർ ചെയ്തത്. അതെ. പിന്നെ എന്നെ അതെ, ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഒറ്റക്കൽ മണ്ഡപത്തിൽ തുണി വിരിച്ച് കിടത്തി തലയിൽ അരിയിട്ട് പത്മനാഭദാസാന്ന് വിളിച്ച് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ. സറണ്ടറിങ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ നമ്മൾ ഓരോ ദേഷ്യം വെക്കുമ്പോൾ നമ്മുടെ അത്രയും എനർജി അതിനു വേണ്ടി വേസ്റ്റ് ആവുകയാണ്. അതെ, ഒരാളുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വലിയൊരു മെസ്സേജാണ്. കാരണം നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിലും റോഡിലൂടെ പോകുമ്പോഴാണെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ മറ്റുള്ളവരുടെ റോങ് ഡ്രൈവിംഗ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. ബ്ലോക്ക് കാണുമ്പം ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ സ്വയം വലിയ വലിയ ടെൻഷൻസ് എടുത്ത് വെച്ച് നമ്മളെ തന്നെ അപകടത്തിലാക്കുകയാണ്. തീർച്ചയായിട്ടും. ഈ സറണ്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. സറണ്ടറിങ്ങിനെ കുറിച്ച് പറയുമ്പം എല്ലാവരും പറയുമ്പം ഇറ്റ് ഈസ് ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സറണ്ടർ ഓൾ മൈ പെയിൻസ് ടു ദ ഡിവൈൻ, ഓർ ഐ സറണ്ടർ ദിസ് ക്രൈസിസ് ടു ദ ഡിവൈൻ. നമ്മൾ പക്ഷേ ശരിക്കും ഒന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ക്രൈസിസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം ആസ് ഓഫ് നൗ ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് നമ്മൾ തന്നെ കാണുന്ന ഒരു സൊല്യൂഷനും ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ ഒരു ജോലി എൻ്റെ പോയി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഞാൻ ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താ, ആ ഓഫീസിൽ തന്നെ അവിടെ തന്നെ കിട്ടണം, ലൈക്ക് അവിടെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആള് സറണ്ടർ ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ പ്രോബ്ലം ഡിവൈനെ സറണ്ടർ ചെയ്യണു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹീസ് നോട്ട് ഡൂയിങ് ഇറ്റ് കംപ്ലീറ്റ്ലി, ഹീസ് ഡൂയിങ് ഇറ്റ് പാർഷ്യലി. എന്തുകൊണ്ടാണ്? ഹീസ് തിങ്കിങ് ദാറ്റ് ഞാൻ സറണ്ടർ ചെയ്യണു, എനിക്ക് പക്ഷേ ഈ ജോലി തന്നെ വേണം എന്നുള്ളതാണ്. പക്ഷെ ഭഗവാൻ അല്ലെങ്കിൽ ഡിവൈൻ കരുതിയിട്ടുണ്ടാവുക ഈ ജോലി കളഞ്ഞിട്ട് ഇതിന്റെ രണ്ടിരട്ടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോലി ആയിരിക്കും ആൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവുക. അത് ബ്രോഡായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് സറണ്ടർ എന്ന് പറയുന്നത്. You should be able to let go of everything and completely trust the divine, trusting that the divine is there, the universe is there to give you something even more brilliant. കാരണം നമ്മൾ ഡിവൈൻ ആണ് അല്ലേ? അപ്പൊ ഡിവൈൻ അല്ലെങ്കിൽ യു വിൽ ബി ഗിവൺ ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തരുള്ളൂ. അപ്പൊ ആ ഒരു ട്രസ്റ്റോട് കൂടി ഇഫ് യു ക്യാൻ സറണ്ടർ, വണ്ടർഫുൾ തിങ്സ് വിൽ കം. അതുകൊണ്ടാണ് പലരുടെയും സറണ്ടർ കംപ്ലീറ്റ് അല്ല, ഞാൻ സറണ്ടർ ചെയ്തു പക്ഷെ പ്രശ്നം മാറിയില്ല എന്ന് പറയുന്നത് പാർഷ്യൽ സറണ്ടർ ആയിട്ടുള്ളൂ. ഞാൻ സറണ്ടർ ചെയ്തു പക്ഷെ ഞാൻ എൻ്റെ ആവശ്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്ക് ഇത് തന്നെ വേണം എന്നുള്ളത്. ഈ സഫറിങ്സിൽ നിന്ന് ബ്ലെസ്സിംഗ്സിലേക്ക് പോവാണ് അല്ലേ? അതെ, അമ്പലത്തിൽ പോകുമ്പോ നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് എനിക്ക് നല്ല ജോലി വേണം, അതെ, പിന്നെ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ മറ്റേ ആൾക്ക് കിട്ടാൻ പാടില്ല, എന്റെ ജോലി പോയി മറ്റേവന്റെ ജോലിയും പോണേ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. അതെ, ഇതിപ്പോ നമ്മളിപ്പോ ഈ സഫറിങ്സിൽ നിന്നും സറണ്ടറിങ് ഇപ്പൊ പറഞ്ഞല്ലോ, ഹി വാസ് ബീങ് സറണ്ടർഡ്,
ശരിക്കും ആ സറണ്ടറിന്റെ വേറെ ഒരു വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ യു ആർ എംപ്റ്റിങ് യുവർ സെൽഫ് കംപ്ലീറ്റ്ലി ആൻഡ് യു ആർ അലവിങ് ദ ഡിവൈൻ ടു വർക്ക് ത്രൂ യു, യു ആർ അലവിങ് ദ ഡിവൈൻ ടു ടോക്ക് ത്രൂ യു, അല്ലെങ്കിൽ തിങ്ക് ത്രൂ യു, ആക്ട് ത്രൂ യു. അതാണ് കംപ്ലീറ്റ് സറണ്ടർ അല്ല. യു ആർ ടേണിംഗ് ഔട്ട് ടു ബി എ ബ്യൂട്ടിഫുൾ വെസൽ ഫോർ ദ ഡിവൈൻ. അതെ, ഗ്രാറ്റിറ്റ്യൂഡിന് വേറൊരു സംഭവം കൂടെ ഉണ്ട്. എനിക്കൊന്ന് പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. ദൈവമേ എനിക്ക് ഇതുവരെ കിട്ടിയ എല്ലാത്തിനും നന്ദി. അത് പറയാറുണ്ടോ? അത് ക്രിസ്ത്യൻ പ്രേയേഴ്സിൽ പറയുന്നുണ്ടാ. അത് പക്ഷേ അത് വെറുതെ ക്ലീഷേ ആയിപ്പോയി ഇപ്പം. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മളത് എണ്ണി ഓരോ ദിവസവും പ്രാർത്ഥിക്കാനിരിക്കുമ്പം എല്ലാ കുട്ടികളെ കൊണ്ടും ചെയ്യിപ്പിക്കണം, വീട്ടിലുള്ളവരെ കൊണ്ട്. അവർ ഉറക്കെ പറയണം അവർക്ക് കിട്ടിയിട്ടുള്ള 10 ഗിഫ്റ്റ് അല്ലെങ്കിൽ 10 തിങ്സ് ദാറ്റ് വിച്ച് ദേ ക്യാൻ ബി താങ്ക്ഫുൾ. അപ്പോൾ അവിടെ അതിനകത്ത് വണ്ടർഫുൾ പാരൻസ് പെടും, അല്ലെങ്കിൽ സിബ്ലിങ്സ് പെടും, അല്ലെങ്കിൽ അവർക്ക് ടീച്ചേഴ്സ് പെടും, സ്റ്റുഡൻസ് പെടും, ഫ്രണ്ട്സ് പെടും. കിട്ടിയിട്ടുള്ള അപ്പോഴാണ് ദേ വിൽ തിങ്ക് ഓക്കെ ഐ ഹാവ് ദിസ് മച്ച് ടു ബി താങ്ക്ഫുൾ ഫോർ. ദാറ്റ് വിൽ അട്രാക്ട് വണ്ടർഫുൾ തിങ്സ്. വേറൊരു സംഭവമുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ സഫറിങ്സിൽ നിന്നും ബ്ലെസ്സിങ്സിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിന്നും ചിങ്ങമാസത്തിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ, സംഭവിക്കുന്ന ഒരു ട്രാൻസിഷൻ, ഈ വീടും പറമ്പും ഒക്കെ അടിച്ച് വൃത്തിയാക്കി ശുദ്ധിയായി നമ്മൾ ഈ എന്താണ് വെളിച്ചത്തിലേക്ക് പോകുന്ന പോലെയാണ്. വെളിച്ചത്തിലോട്ട്. അതെ, ഇത് പറയുന്നത് ഇരുട്ട് പറയും വെളിച്ചമില്ല എന്ന്, വെളിച്ചം പറയും ഇരുട്ടില്ല എന്ന്. എന്നുവെച്ചാൽ രണ്ടിനും ഒന്നിച്ച് കാണാക്കൂല. അതെ, ഇരുട്ട് പോയി കഴിഞ്ഞാൽ വെളിച്ചം വരും, വെളിച്ചം പോയി കഴിഞ്ഞാൽ ഇരുട്ടും വരും. അതെ അതെ. നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സെപ്റ്റൻസിന്റെ സറണ്ടറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. യു ഷുഡ് ബി ഏബിൾ ടു ആക്സെപ്റ്റ് ദ ഡാർക്ക്നെസ് ഇൻ ഓർഡർ ടു സീ ദ ലൈറ്റ്. അല്ലേ? അതെ അതെ അതെ. ഇത് ഞാൻ സറണ്ടർ ഒക്കെ ചെയ്യാൻ റെഡിയാ, പക്ഷെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാനും റെഡിയാ, പക്ഷെ എനിക്ക് ഇത് വേണം. അല്ലെ, ഇത്രയും കൂരിട്ടുള്ള ഒറ്റ മുറിയിൽ ഒരു സ്പാർക്ക് ഓഫ് ലൈറ്റ് മതി അത് മുഴുവൻ വെളിച്ചം വരാൻ വേണ്ടി. അതുപോലെ നമ്മുടെ മൈൻഡ് നോളജ് കിട്ടാൻ വേണ്ടി ഒരു സ്പാർക്ക് മതി. ആ ഒരു സ്പാർക്ക്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ ഓണത്തോടനുബന്ധിച്ച് സംസാരിക്കുമ്പോൾ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വരുന്നു. അതായത് ഈ നമ്മൾ വീടും പുരയിടവും വൃത്തിയാക്കുന്നു, ശുദ്ധിയാക്കുന്നു. പക്ഷെ നമ്മളെ എത്രത്തോളം ശുദ്ധിയാക്കുന്നു, സംസ്കരിക്കപ്പെടുന്നു, ആ ശുദ്ധിയും വൃത്തിയും എന്നും നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എന്നും നിലനിർത്തിയാൽ മതി. ഇതിപ്പോ കർക്കിടക മാസം ഇപ്പൊ നമ്മള് പരീക്ഷ എടുക്കുമ്പോ പുസ്തകം തുറന്ന് പഠിക്കുന്ന പോലെയാണ്. കർക്കിടകമാകുമ്പോൾ വീടെല്ലാം വൃത്തിയാക്കി നമ്മൾ ചികിത്സയും ആയുർവേദ ചികിത്സയും കർക്കിടക കിഴിയും കർക്കിടക കഞ്ഞിയൊക്കെ ആ ഒരു മാസം നന്നായിട്ട് ജീവിക്കാം. ചിങ്ങ 1-ാം തീയതി ആകുമ്പോൾ തിരിച്ചെല്ലാം വീണ്ടും ദൈവ. അപ്പൊ ഓണം അങ്ങനെ നോക്കുമ്പോ നമ്മൾ എന്നും ആചരിക്കേണ്ട ഒരു ഈ പൂക്കളാണെങ്കിലും ഒക്കെ അല്ലേ എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ അകത്ത് നമുക്ക് എന്ത് വൈബ്രേഷൻ ആണോ വേണ്ടത് അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടതെന്ന് പറയും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും പൂക്കളൊക്കെ വന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റിവിറ്റി, അബണ്ടൻസ്, പ്രോസ്പെറിറ്റീനെ കാണിക്കാനാണ് ഫ്രഷ് ഫ്ലവേഴ്സ്. അപ്പൊ ഈ അബണ്ടൻസ് മാനിഫെസ്റ്റേഷനിൽ പറയും നിങ്ങൾക്ക് അബണ്ടൻസ് ആൻഡ് റിച്ച്നെസ് വേണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് നിങ്ങൾ എന്നും ഫ്രഷ് ഫ്ലവേഴ്സ്. ഇപ്പൊ നമ്മളൊരു 5-star ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പം ദാറ്റ് ഈസ് ക്യാരിങ് ആൻ എനർജി എന്ന് പറഞ്ഞ പോലെ പൂക്കളങ്ങളും ഇറ്റ് ക്യാരീസ് ആൻ എനർജി. നമ്മുടെ വീടിന്റെ അകത്തൊക്കെ നമ്മൾ അങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സും നല്ല വസ്ത്രവും കളേഴ്സും എല്ലാമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെയിലി യു ക്യാൻ അട്രാക്ട് അബണ്ടൻസ്, നോട്ട് ഓൺലി ഫോർ ഓണം. അതെ, പക്ഷേ ഇത് കാണുന്നവരൊക്കെ പറയും നമ്മളിപ്പോൾ ഓക്കെ ഇത് പറയാൻ എളുപ്പമാണ്, നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, അല്ലെങ്കിൽ പ്രിൻസിന് പറയാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാസ്റ്ററിന് പറയാം, ഞങ്ങൾക്ക് എന്നും സഫറിങ്സ് ആണ്, ഞങ്ങൾക്ക് എന്നും വെല്ലുവിളിയാണെന്നാണ് എല്ലാവരും ഒരുപോലെയാണ്. അതാണ് ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് ട്രൂത്ത്. എല്ലാവരും പുറത്തുനിന്ന് നോക്കുമ്പോൾ ദേ തിങ്ക് ദാറ്റ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളവർക്ക് സഫറിങ് ഇല്ല എന്നുള്ളത് വലിയ മിഥ്യാധാരണയാണ്. അതിപ്പോ ലോകത്തിന്റെ ഏത് കാറ്റഗറി നോക്കിയാലും ദേ വിൽ ബി ഹാവിങ് സഫറിങ്, ദെയർ ഓൺ കൈൻഡ് ഓഫ് സഫറിങ്. വേരിയേഷൻ അല്ല, എല്ലാവർക്കും അവരുടെ ലെവലിൽ എല്ലാവർക്കും എപ്പോഴും ഒരാൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹീസ് എ പേഴ്സൺ ഹൂസ് ഓൾവേസ് ഹാപ്പി, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹി ഡസന്റ് ഹാവ് സഫറിങ്. What does it mean? He knows how to handle his suffering. Yeah. He sees it through a different perspective. അല്ല, ഞാൻ അങ്ങേ കാണുമ്പോഴൊക്കെ ഞാൻ ഓർത്തിട്ടുള്ള ഒരു കാര്യമാണ്, ചിരിക്കുന്ന മുഖം ആണ് മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും. എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലാതെ സാംസ്കാരിക പരിപാടികളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അങ്ങയുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് കഴിഞ്ഞ ദിവസം. വെൻ യു ആർ ഫേസിങ് എ പ്രോബ്ലം, അത് എത്രത്തോളം കാഠിന്യമേറിയതായിക്കൊള്ളട്ടെ, അവിടെ ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചിരിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്കും ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു പ്രോബ്ലത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചിട്ട് ഒന്ന് പോസ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ചിന്തിച്ചാൽ അല്ലേ?
അതിനെ നമ്മൾ ഇതിനകത്ത് വിറ്റ്നസ് മോഡ് എന്ന് പറയും. യു ബിക്കം എ വിറ്റ്നസ് ടു യുവർ പ്രോബ്ലം. യു ആർ നോട്ട് ദ പേഴ്സൺ. നമ്മളല്ല ആ പ്രോബ്ലം അനുഭവിക്കുന്നത്. നമ്മളൊരു വിറ്റ്നസർ മോഡിൽ നിന്നിട്ട് അതിനെ ഒന്ന് വിറ്റ്നസ് ചെയ്യാണ് കുറച്ച് നേരത്തേക്ക്. അപ്പൊ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് വരും. നമ്മൾ പെട്ടെന്ന് ആ വിഷമത്തിൽ നിന്ന് പുറത്ത് കിടക്കും. ആൻഡ് നമുക്ക് അതിനെ കുറെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഞാൻ ചിത്രയാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ വിഷമം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പുറത്ത് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ വിഷമം ഉണ്ടാവുന്ന ലെവലിൽ നിന്നിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അതിന്റെ മുകളിൽ പോയിട്ട് യു ഷുഡ് ബി എ വിറ്റ്നസ്. ഞാൻ ഒരു ഡിവൈനോ അല്ലെങ്കിൽ ഞാൻ എനർജിയോ എന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ആ താഴെയുള്ള ആളുടെ സംഭവത്തിന് വെറുതെ ഒരു 5 മിനിറ്റ് വെറുതെ നോക്കി നിൽക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് ആ വിഷമം മാറും, പെട്ടെന്ന് സൊല്യൂഷൻസ് വരും, പെട്ടെന്ന് ലൈറ്റ് ആവും മൊത്തം. ഇതൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സാർ ഇപ്പോൾ ചോദിച്ച പോലെ നമുക്കൊരു പ്രശ്നം വരുമ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മളായിട്ട് നിന്ന് നോക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു നമ്മളെ മാറി നിർത്തിയിട്ട് നമ്മൾ നോക്കുമ്പം ഈ ഒരു പ്രശ്നത്തിന് എന്ത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ചിത്രാമ്മ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി സൊല്യൂഷൻ കാണും. നമ്മളല്ല എന്ന് ചിന്തിച്ച് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇതൊന്നും ആരും നമ്മളെ പഠിപ്പിച്ചു തരും. ചിത്രാമ്മ പറഞ്ഞിരുന്നു, പക്ഷെ നമ്മളത് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ തവണയും ഓരോ പ്രാവശ്യവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇത് ഇപ്പോൾ ഞാൻ മെഡിറ്റേഷനിലേക്ക് വരുന്നതിന് മുന്നേയും കുഞ്ഞിലെ മുതലേ നമുക്കൊരു ഏത് ആഹാരം കഴിക്കാനിരുന്നാലും ഈ ആഹാരം തന്ന ഈശ്വരന് നന്ദി പറഞ്ഞിട്ടേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഞങ്ങൾ എഴുതാൻ തുടങ്ങി. ചിത്രാമ്മ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡേ ബൈ ഡേ അന്നത്തെ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ മൈൻഡിൽ വരുന്നത് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ബുക്കിൽ എഴുതാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു 10 പോയിന്റ്സ് എഴുതാനുണ്ടാവുമെങ്കിൽ അതിൻ്റെ ഇരട്ടിക്കായിരിക്കും പിറ്റേ ദിവസം എഴുതാനുണ്ടാവും. ലാസ്റ്റ് നൈറ്റ് ഞാനൊരു അബവ് 40 പോയിന്റ്സ് എഴുതി എന്നുള്ളതാണ്. അതായത് നമുക്കുള്ള നന്മകളെ കുറിച്ചാണ് എഴുതുന്നത് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ തന്നെ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്താൽ മതി. വേറെ ഒരു എന്ത് പ്രോബ്ലംസ് വന്നാലും അതിനുള്ള സൊല്യൂഷൻ നമുക്കത് ഫ്ലോ ആയിട്ട് വരും. നമ്മൾ പ്രോപ്പർ ചാനലായി കൊടുത്താൽ മതി. ഗ്രാറ്റിറ്റ്യൂഡ് എന്നും ചെയ്യുന്നവരുടെ മുഖം കണ്ടാൽ അറിയാം. ഓൾവേസ് ബി ഹാപ്പി എന്ന് പറഞ്ഞ് നമ്മളൊന്നും പ്രശ്നം തരണം ചെയ്യുന്നവരല്ല എന്നല്ല, പ്രശ്നം ഇല്ലാത്തവരല്ല. കാര്യം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളെ ലൈഫ്. നമ്മൾ ഒരു എന്താ പറയാ കാറും കോളും ഒക്കെ ഉള്ള ഒരു വള്ളത്തിൽ തുഴയാൻ കയറി ലൈഫ് അങ്ങനെയാണ് ജേണി. അപ്പൊ അതില് നമ്മൾ വീഴാതെ നോക്കേണ്ടത് നമ്മളെ കടമയാണ്. അത് വലിയൊരു സംഭവമാണ് അല്ലേ? നമ്മൾ ഒരിക്കലും നമുക്ക് എന്തുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല, ഇല്ലാത്തതിനെ കുറിച്ചാണ് ചാടിപ്പിടിക്കാൻ നടക്കുന്നത്. നമുക്കുള്ളതിനെ നമ്മൾ എപ്പോഴും അനുഗ്രഹമായിട്ട് കാണുക. അത് സ്പോണ്ടേനിയസ്ലി എഫക്റ്റീവ് ആണ് തന്നെ. ഇവര് പറഞ്ഞില്ലേ, റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. വെൻ ദേ റൈറ്റ്, ഇപ്പം അടുത്ത ദിവസം യൂണിവേഴ്സ് അവർ 50 എണ്ണം കൊടുക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ. ബിക്കോസ് ദേ ആർ അട്രാക്ടിങ് ഇറ്റ്. യൂണിവേഴ്സ് കൊടുക്കുന്നതല്ല, അവരുടെ ഫ്രീക്വൻസി അതിനെ ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് എ മാജിക് ഓഫ് ഇറ്റ്. എനിക്ക് തോന്നുന്നു പണ്ടും ഇത്തരത്തിൽ ഈ പോസിറ്റീവ് തോട്ട്സിൻ്റെ നല്ല പാഠങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? പഴയ നമ്മുടെ പുരാണേതിഹാസങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്കത് കിട്ടിയിട്ടുള്ളതാണ്. അത് അങ്ങേക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് തോന്നുന്നു. കുറേയൊക്കെ ഞാൻ വലിയ പുരാണങ്ങളധികം വായിച്ച കൂട്ടത്തില്ല, പക്ഷെ കഥകളൊക്കെ അറിയാം, കേട്ടിട്ടുണ്ട്. പിന്നെ ശ്ലോകങ്ങൾ ജപിക്കാറുണ്ട്. പിന്നെ കുറച്ച് യാത്ര അങ്ങനെ പോയപ്പോഴാണ് ഋഷികേശിൽ ശിവാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ പോയപ്പോൾ ഒരു വേർഡിങ് കണ്ടു. എനിക്ക് കണ്ട് വളരെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത്. പ്രയർ ഇസ് എ ബ്രിഡ്ജ് വിച്ച് കണക്ട്സ് മാൻ ആൻഡ് ഗോഡ്. അതെ, നല്ലൊരു വേർഡിങ് ആയിട്ട് തോന്നി. ശരിയാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ശരിയല്ലേ? അതെ. അങ്ങനെ ഇപ്പോൾ ഈ യാത്രയെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് യാത്ര ചെയ്യാറുണ്ടോ? അത്യാവശ്യം. പണ്ട് തൊട്ടേ, അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ചില ഇന്റർവ്യൂസിൽ പറയുന്നു 12 വയസ്സ് മുതൽ കാർ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 11 അപ്പോൾ 11 വയസ്സ് മുതൽ കാർ ഓടിക്കുകയാണ്. അപ്പോ അത് കോമ്പൗണ്ടിനകത്ത് തന്നെ. കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങിയുള്ള യാത്രകൾ എങ്ങനെയാണോ? കുടുംബത്തോടൊപ്പമാണോ കൂടുതൽ, അതോ ഒറ്റയ്ക്ക് സമാധാനത്തിന് വേണ്ടി അങ്ങനെയുള്ള യാത്രകളാണ്? രണ്ടും ഉണ്ട്. കുടുംബം ചില സ്ഥലങ്ങളിൽ റിസ്ക് ആണ്. അവളൊരു കൊളുത്തില്ലേ? ആക്ച്വലി അതൊരു വലിയ ടോപ്പിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോൺനെസ് എന്ന് പറയും. 2 തരം ഒറ്റയ്ക്കുണ്ട്. വൺ ഇസ് എലോൺനെസ്, വൺ ഇസ് ലോൺലിനെസ്. അപ്പം ഈ എലോൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് അവരവരുടെ തന്നെ കമ്പനി ഇഷ്ടപ്പെടുകയാണ്.
അപ്പൊ അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ അവര് കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ് ആയിരിക്കും. അവർക്ക് ഒറ്റയ്ക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമായിരിക്കും, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ ഇഷ്ടമായിരിക്കും. ബിക്കോസ് അവരെ ഒരുപാട് സ്നേഹിക്കുന്നു, അവർക്ക് അവരുടെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് കൂടെ വേറെ ആരും ഇല്ലാന്ന് വെച്ചിട്ട് അവർക്ക് വിഷമം വരുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ആക്ച്വലി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണവര് അങ്ങനെ ആ ഒരു ലൈനിലേക്കാണ് പോവുക. അങ്ങനെ യാത്രയിലേക്ക് പോകുമ്പോൾ യാത്രയെക്കുറിച്ച് കാരണം പലർക്കും ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ മറ്റൊന്ന് കണ്ടെത്തുക അങ്ങനെയുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള യാത്രകളാണ് നടത്താറ്. നമ്മൾ കണ്ടെത്തേണ്ടത് ഇതിൻ്റെ അകത്താണ്. അതെ. പിന്നെ അത് സഹായിക്കാൻ പറ്റും ഓരോ യാത്രകൾ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഹിമാലയം എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അൾട്ടിമേറ്റ് പോയിന്റ് ഫോർ സെൽഫ് റിയലൈസേഷൻ. നമ്മുടെ മഹാന്മാരെല്ലാം ഹിമാലയത്തിൽ പോവാത്ത ആർക്കും ആത്മജ്ഞാനം കിട്ടിയിട്ടില്ലെന്നാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, തിരിച്ചുമാവാം. എന്നാലും അവിടെ പോകുമ്പോൾ അവിടെ വെറുതെ നിന്നാൽ മതി. അവിടെ പോയി നമ്മൾ അമ്പലത്തിൽ തൊഴുകയോ വഴിപാട് കഴിക്കാൻ അവിടെ പോയി ജസ്റ്റ് വെറുതെ ഒരു മണിക്കൂർ കണ്ണടച്ചോ കണ്ണ് തുറന്ന് വെറുതെ നിന്നാൽ മതി, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതെ. അത് പലരും ഈ ഇതുപോലെ തന്നെ ഹിമാലയ യാത്രകളെ കുറിച്ചും അതുപോലെ കുംഭമേള യാത്രയെ കുറിച്ച് അവിടെയൊക്കെ പോയിട്ട് തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നവർ പറയുന്നതാണ്. അത് പ്രായവ്യത്യാസം ഇല്ലാതെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കുംഭമേളയ്ക്ക് ഞാൻ പോയില്ല. ഓക്കെ. ഈ തിരക്ക് അതിന് മുമ്പേ ഹരിദ്വാർ പോയി കുളിച്ചിട്ട് വന്നു. ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഐ വാസ് ടെല്ലിങ് ഹിം നമ്മള് ഇവിടെയൊക്കെ അതിന്റെ ഒരു അറേഞ്ച്മെന്റ്സും ഓണത്തിന്റെ ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി വാട്ട് ഹി ടോൾഡ് ഇസ് ഓണം നമ്മുടെ ഉള്ളിലല്ലേ എന്നാണ്. അതൊരു ബ്യൂട്ടിഫുൾ സംഭവമാണ്. ഓണം സെലിബ്രേഷൻസ്, ക്രിസ്മസ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നമ്മുടെ ഉള്ളിലാണ് അല്ലേ. യു ഹാവ് ടു ഫീൽ ഇറ്റ് വിത്തിൻ യുവർ സെൽഫ്. ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് ദാറ്റ് ഹാപ്പിനെസ്, എവറി ഡേ ഇസ് ഓണം, എവറി ഡേ ഇസ് ക്രിസ്മസ്, എവറി ഡേ ഇസ് യുവർ ബർത്ത്ഡേ, എവറി ഡേ ഇസ് എ സെലിബ്രേഷൻ. ഇനി ഉള്ളിൽ അതില്ലെങ്കിലോ എന്ത് കൊട്ടിഘോഷ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മൾട്ടി മില്യനേഴ്സിന്റെ ഒക്കെ ലൈഫ് സ്റ്റൈൽ. അത് ചിലപ്പോൾ മില്യനർ മൈൻഡ് സെറ്റ് അല്ലെ, ലൈക്ക് ഒരുപാട് അബണ്ടൻസ് കൂടെ പോണവരുണ്ടാവും, ഒരുപാട് ഫെയിം റെക്കഗ്നീഷനോടൊക്കെ പോകുന്നവരുണ്ടാവും. പക്ഷെ അവർക്ക് ആ ഉള്ളിൽ കണ്ടെയ്ൻമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസന്റ് മീൻ എനിത്തിങ്. കണ്ടെയ്ൻമെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഹിമാലയം പോയി, ഇപ്പോൾ ചോദിക്കുകയാണ്, ഹിമാലയം പോയി ഈ ലോകം മുഴുവൻ കറങ്ങി, അമേരിക്കയിൽ പോയി, ആഫ്രിക്കയിൽ പോയി, ഇന്ത്യൻ എല്ലാ ലോകത്തുള്ള സകലം മുഴുവൻ കണ്ടു കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ വെക്കും ഇനി എന്ത് കാണാനുണ്ടെന്ന്. അത് ഇനി എന്ത് കാണാനില്ല, അറിയാനില്ല എന്ന് തോന്നുമ്പോഴാണ് കണ്ടെയ്ൻമെന്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഇത്തരത്തിൽ നമ്മളിപ്പം സെൽഫ് റിയലൈസേഷനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? സത്സംഗം. നേരത്തെ പറഞ്ഞ ടുഗദർനെസ് എന്നല്ല, ലൈക്ക് മൈൻഡഡ്. ശങ്കരായ സ്വാമിയുടെ ഒരു ശ്ലോകമുണ്ട്, സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ എത്രത്തോളം നമുക്ക് പ്രാവർത്തിക ഡെയിലി ലൈഫിൽ പറ്റുമോ അതേപോലെ നെവർ ഗെറ്റ് അറ്റാച്ച്, നെവർ എക്സ്പെക്ട് ടു മച്ച്. അതെ, ആ ഒരു മീഡിയം ലെവലിൽ പോവുക. നമ്മുടെ ഈ ഗ്രൂപ്പ് ആക്ച്വലി ഇത് വേൾഡ് വൈഡ് എല്ലാ കൺട്രീസിലും ഉണ്ട് ഇതിന്റെ എക്സ്റ്റൻഷൻസ്. എല്ലായിടത്തും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അത് എനർജറ്റിക് സത്സംഗമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഫിസിക്കൽ സത്സംഗം ഇസ് നോട്ട് അല്ലെ, ഇറ്റ്സ് നോട്ട് വെരി പ്രാക്ടിക്കൽ. പക്ഷെ നമ്മൾ ഓൺലൈനിൽ എല്ലാ വീക്കും വി ക്യാച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. ആൻഡ് ഓരോരുത്തരുടെ ടൈം സോണിൽ ഇരുന്നിട്ട് ചെയ്യും. എനർജറ്റിക്കലി എവറി വൺ ഇസ് കണക്റ്റഡ്. And we all know that we are there for each other. അതിലും സ്വാമികളുടെ ഇതിൽ പറഞ്ഞ മോക്ഷം എന്ന് പറയുന്നത് എപ്പോഴാ മോക്ഷം കിട്ടുന്നത്? മരിച്ച സ്വർഗത്തിൽ പോകുമ്പോഴോ? അല്ല, അതല്ല, മോഹങ്ങൾ ക്ഷയിക്കുമ്പോഴാണ് മോക്ഷം കിട്ടുന്നത്. മോക്ഷം. അതെ, അതെ. മോഹം അല്ലെങ്കിൽ പിന്നെ മോക്ഷമല്ലേ? അതെ, ഓക്കെ. അതെ, തീർച്ചയായിട്ടും. അതെ. ഈ ഒത്തുചേരൽ, സത്സംഗിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തുചേരലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഫിസിക്കലി എല്ലാവർക്കും ഒരുമിച്ച് ചേരുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ചെയ്യുന്നു. അപ്പോൾ ഭാവിയിലെ ഓണമൊക്കെ എങ്ങനെയായിരിക്കും? സദ്യയല്ലേ? അതെ, സദ്യയല്ലേ സദ്യ. കേരളത്തില് അങ്ങനെ വരുന്നു. കേരളത്തിന്റെ എന്താണ് നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത് ബാക്ക് ബോൺ ആണ് ഓണം. കേരളത്തിലെ ആൾക്കാര് എവിടെ പോയാലും. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിംഗപ്പൂരാണ്. അപ്പൊ കക്ഷി ഇത്തവണ പറഞ്ഞു
അടുത്ത പ്രാവശ്യം മുതൽ ഓണത്തിന് അപ്പൊ കുറച്ച് നാൾ മുമ്പ് പോയേ ഉള്ളൂ, 2-3 മാസം കൂടുമ്പോ വരും. അടുത്ത പ്രാവശ്യം ഓണത്തിന് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും, അതിൽ ഇനി യാതൊരു തർക്കമില്ല, ഇനി മുതൽ അങ്ങോട്ട് എല്ലാ വർഷവും ഉണ്ടായിരിക്കും. അപ്പൊ ദാറ്റ് ഇസ് എ ഫീലിംഗ് അല്ലേ, ഒരു നൊസ്റ്റാൾജിയ. ഈയിടെ കഴിഞ്ഞ ആഴ്ച മറ്റേ വാട്സാപ്പില് ഒരു ഇത് വന്നു, അന്റാർട്ടിക്കയിലെ മലയാളികൾ ഐസില് അത്തപ്പൂക്കളിടുന്നു. അതെ അതെ അതെ. എല്ലാ ലോകത്ത് മുഴുവനും ഉള്ളവർക്കും അതൊരു മലയാളി എവിടെ ഉണ്ട് അവിടെ. ഫീലാണ്. അതെ. അതുപോലെ തന്നെ വേറൊരു മെസ്സേജാണ് ഈ ഓണസദ്യ. അങ്ങ് ഇടയ്ക്ക് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, സദ്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമുള്ളൊരു സംഭവമാണ് സദ്യ എന്ന് പറയുന്നത്. അത് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അങ്ങയുടെ ഓണസദ്യ ഓർമ്മകൾ. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന നമ്മൾ നിലത്തിരുന്ന് ഇല മുമ്പിലിട്ടിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചൊരു കാലം ഓർമ്മയുണ്ട്. ഇപ്പൊ പിന്നെ നിലത്തിരിക്കാൻ വയ്യാത്തവര് മേശപ്പുറത്താണ്. പണ്ട് മുട്ടുവേദനയൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ? അതേ ഇല്ലായിരുന്നു, വയറ് കുറവായിരുന്നു, മടങ്ങുമായിരുന്നു, അന്ന് വയർ ഫ്രീ ആയിരുന്നു. ഇപ്പോഴും വയർ ഫ്രീ ആയിരുന്നില്ല, വയർ ഫ്രീ ആയിരുന്നു. കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ ഓണസദ്യയെ കുറിച്ച് അങ്ങ് പറഞ്ഞു, ഇപ്പോഴും നിലത്ത് തന്നെയാണോ? കഴിയുന്നതും നിലത്ത് തന്നെ ആയിരിക്കും എല്ലാവരും. നിലത്തിരുന്ന് തന്നെയാണ്. പിന്നെ ഇപ്പോഴ് ഒന്നാമത് നമുക്കിരിക്കാൻ പ്രയാസം, മറ്റേത് വിളമ്പുന്നവർക്കും കുനിയാൻ പ്രയാസമാണ്. അപ്പൊ പിന്നെ എളുപ്പത്തിന് മേശപ്പുറത്ത് ഓണസദ്യ മേശപ്പുറത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഓണസദ്യയിൽ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നുള്ള ഈ ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുണ്ടോ? ഫെങ്ഷുയിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫെങ്ഷുയില് ഉള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ വീടുകളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം ആ സമയത്താണ് പല കാര്യങ്ങളും കുട്ടികളാണെങ്കിലും പാരൻസ് ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യും അല്ലെ, അവരുടേതായിട്ടുള്ള സ്കൂളിൽ നടന്നിട്ടുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സോ അവർ പറയുകയൊക്കെ ചെയ്യണത് ഈ ഒരു സമയത്തായിരിക്കും, ഭക്ഷണത്തിന്റെ ഇടയിൽ. അപ്പൊ ഒരുമിച്ച് കഴിയുന്നതും പറ്റുന്നതും ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിക്കാൻ. പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, ആഹാരം കഴിക്കാൻ വരുമ്പോ മൊബൈൽ മാറ്റിവെക്കണം. അതെ അതെ, പല റെസ്റ്റോറൻറ്റ്സിലുള്ള മാറ്റി വെച്ചാൽ 10%. ഡൽഹിയിൽ ഇപ്പോഴും ഉണ്ട് റെസ്റ്റോറൻറ്റില് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. റെസ്റ്റോറൻറ്റ് ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ എന്ന് പറഞ്ഞ അവിടെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല റെസ്റ്റോറൻറ്റില്. അതും അതെ അതെ തീർച്ചയായിട്ടും. നമ്മൾ ഈ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വന്നപ്പോൾ എന്തിനത് വരുന്നു എന്ന് ചോദിച്ചു. ഇപ്പൊ അതിനെക്കുറിച്ച് അതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊരു ചിന്ത വരുന്നുണ്ടോ? എനിക്ക് പറ്റും ഉറപ്പാണ്. പ്രൊഫഷണലി ഇമെയിൽ, അത് കമ്പ്യൂട്ടർ ചില ഏതാ ഉദ്ദേശിക്കുന്നത്? ഇന്റർനെറ്റ് ആണോ? സ്മാർട്ട് ഫോൺസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺ ഇൻക്ലൂഡഡ് ആണോ അതില്? അതെ അതെ അതെ, ബിക്കോസ് മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ അല്ല, കമ്മ്യൂണിക്കേഷൻ പിന്നെ എങ്ങനെ നടക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ നിന്ന് ഒരാൾക്ക് ഇവിടുന്ന് 10 തേങ്ങ വേണം, അയാൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അതെ ശരിയാണ്. അപ്പൊ നമുക്കിത് ഇല്ലാണ്ട് പറ്റില്ല. ഇന്നത്തെ ആധുനിക യുഗത്തിൽ പറ്റില്ല. അപ്പൊ എനിക്ക് പറ്റുന്നുള്ളത് ഞാൻ തിരിച്ചെടുത്തു ആ സ്റ്റാൻസ്. ഇങ്ങനത്തെ ഞാൻ വിചാരിച്ച കമ്പ്യൂട്ടർ മാത്രമായിരിക്കുന്നത് അല്ല, ഇത് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ രീതിയിൽ നമുക്ക് പറ്റില്ല, ഇലക്ട്രോണിക് മീഡിയ ഇല്ലാതെ പറ്റില്ല. പക്ഷേ എങ്കിലും അങ്ങ് ഇടയ്ക്ക് പറയാറുണ്ട്, ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചെയ്യാറുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഉറങ്ങാത്തപ്പോഴും. അല്ല, ഹീസ് എ പേഴ്സൺ, എന്തോ ഓഫീസ് ഫോൺസ് ഒക്കെ ഉണ്ട്, അത് ഓഫീസ് ഫോൺസ്. ഞാൻ കൂടുതലും മറ്റേ ചെറിയ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതിലും ഇപ്പോ നമ്പർ ഡയൽ ചെയ്താ വിളിക്കുന്നത്. മെമ്മറി പവർ ഒന്ന് വേണം. അല്ലാതെ ഇപ്പൊ ആളുടെ പേര് വിളിക്കുമ്പോൾ തന്നെ ഇത് സാധനം ഡയൽ ചെയ്ത് തുടങ്ങും. അടുത്ത മിനിറ്റ് എന്ത് ചെയ്യണമെന്ന് അത് പറഞ്ഞു തരും നമുക്ക്. മറ്റേത് എല്ലാം നമ്മൾ മെമ്മറിയിൽ ഓർത്തിരിക്കുന്നതാണ്. എനിക്കിപ്പോൾ ഈ ഓണം ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ ഈ ഓരോ പ്രാവശ്യത്തെ ഓണവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില ആചാരങ്ങളും ഒക്കെ കോർത്തിണങ്ങി ആണ് പോകുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് ഓണവില്ല് ഭഗവാന് സമർപ്പിക്കും, അത് ആചാരപരമായിട്ട്. അത് കഴിഞ്ഞ് രാവിലെ 5 മണിക്ക് ഇപ്പോൾ തൊഴുവും. സമർപ്പണം കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു 7-7:15 പോയി തൊഴുവും. അതാണ്. പിന്നെ അവിടുന്ന് പ്രസാദം, അന്നത്തെ പായസം പത്മനാഭസ്വാമിയുടെ പായസം തന്നെയാണ്. പിന്നെ തിരുവോണം പത്മനാഭസ്വാമിയുടെ നാളും കൂടെ ആണല്ലോ, അദ്ദേഹത്തിന്റെ ജന്മനാളാണെന്നും കൂടി ഐതിഹ്യമുണ്ട്. അതെ അതെ. ഈ തിരുവോണത്തിനും മറ്റുമൊക്കെ അവിടെ തന്നെ ഓണസദ്യ ഭക്തർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അവിടെ അന്നദാനത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓണ സമ്മാനം എന്നുള്ളതും ഓണ സന്ദേശം എന്നുള്ളതും പണ്ട് മുതൽ ഈ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് കേട്ടുവരുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ അതെങ്ങനെയാണ്? ഇപ്പോഴ് ഓണ സമ്മാനമായിട്ടൊന്നും
വരുന്നവർക്ക് സ്നേഹം കൊടുക്കുക. അതെ. അങ്ങേക്ക് കിട്ടിയിട്ടുള്ള ഓണസമ്മാനത്തെ കുറിച്ച് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന? നമുക്ക് ഓണക്കോടി വല്യമ്പരാന്മാരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മുണ്ട്, അതെപ്പോഴും മുണ്ട് തന്നെ, മുണ്ട് തന്നെയാണ്. കസവുമുണ്ട്, കസവ് മുണ്ടും അമ്പലത്തിൽ കൊടുക്കുക. പിന്നെ ചെറിയൊരു മഞ്ഞ തോർത്ത്. ഓക്കെ, അതാണ്. ഈ അതായത് തമ്പുരാന്മാരെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവമാണ്. പണ്ട് മുതലുള്ള കളർഫുൾ ആയിട്ടുള്ള, അങ്ങ് പറഞ്ഞു ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ആ ആചാരം, കൊട്ടാരത്തിലെ ഓണ ആചാരത്തെ കുറിച്ച് അന്ന് എങ്ങനെയായിരുന്നു? ഈ തമ്പുരാന്മാരൊക്കെ എങ്ങനെയായിരുന്നു ഓണാഘോഷം? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, കൊട്ടാരത്തിലുള്ളവർക്കെല്ലാം മുണ്ട് തരും, മറ്റുള്ളവർ എനിക്കെന്ത് കാണാൻ വരുന്ന ആൾക്കാർക്ക് മുണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, അവസാനത്തെ മഹാരാജ് തിരുനാളിലെ അവസാന കാലം വരെയുള്ള ഓണത്തില് ഞാൻ കുട്ടിയായിട്ട് ഈ ജനലിൽ ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ഒരാൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ച് ഇതിലേ പോകും. അപ്പോൾ ഈ മഞ്ഞ തോർത്ത് കെട്ടിയിട്ട് വേറൊരു മുണ്ടിൽ പൊതിഞ്ഞ് കൊടുക്കും, അവർ വാങ്ങിക്കാൻ പോകും. അത് ശരി. കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്ന പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സംഭവം കൂടെ ഇപ്പൊ ഇത് കാണുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മൾ നേരത്തെ ലവ് മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അത് നമുക്കിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പലർക്കും ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് ഉള്ളതാണ്, ആവശ്യത്തിനുള്ള സ്നേഹം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. ചിലപ്പോൾ കുട്ടികൾ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പ്രോപ്പർ ഒരു അംഗീകാരം അല്ലെങ്കിൽ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പ്രോബ്ലംസ് തോന്നുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെരി ബേസിക് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടിപ്പാണ്. നമ്മൾ ജസ്റ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരിക്കണ പോലെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഡിവൈൻ ലവ് എനർജി എന്ന് വെച്ച് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ഡിവൈൻ എനർജി ഫില്ലാവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ജസ്റ്റ് അങ്ങനെ ഫില്ലാവുന്നു. എന്നിട്ട് ഈ ലവ് എനർജി ഞാൻ എല്ലാവർക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് വിഷ്വലൈസ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കുക. അപ്പം എല്ലാവർക്കും റെസ്പോൺസസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇത് ചെയ്ത് 2ാമത്തെ 3ാമത്തെ ദിവസം പണ്ടത്തെ ലവേഴ്സ് വിളിച്ചു തുടങ്ങും. ഓഫ്കോഴ്സ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പൊ ഇവര് പറയും എന്തത് പണ്ടത്തെ ബോയ് ഫ്രണ്ട്സും കളഞ്ഞിട്ട് പോയ ആൾക്കാരൊക്കെ നമ്പർ തപ്പിപ്പിടിച്ച് യൂട്യൂബ് അതും ഇതൊക്കെ വഴി വിളിക്കുന്നു. ഇതെന്താ സംഭവം? അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രീക്വൻസിയാണ് തിരിച്ച് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ലവ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നത് കോളേജ് കാലഘട്ടം, സ്കൂൾ കാലഘട്ടം, അന്നത്തെ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ഒക്കെ ആയിരിക്കും അവർ ചെറിഷ് ചെയ്യുന്നത്. അപ്പൊ ലവ് എക്സ്റ്റെൻഡ് ഞാൻ പറയുമ്പോൾ ഈ എനർജിയാ പോണേ. അപ്പൊ വാട്ട് വി സേ ടു ദെം ഇസ് ലൈക്ക്, എന്ത് ലവ് ആണോ യു വാണ്ട് ബാക്ക് അത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് വേണ്ടത് പാരന്റൽ ആയിട്ടുള്ള ലവ്, കുട്ടികളുടെ ലവ് ആണെങ്കിൽ നമ്മൾ കുട്ടികളെ മനസ്സിൽ കാണാം. എന്നിട്ട് നമ്മൾ അവർക്ക് ലവ് എനർജി കൊടുത്തിട്ട് ആ എനർജി എല്ലാവർക്കും കൊടുക്കുക. ഒരാഴ്ച അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് കൊടുക്കാൻ ലവ്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ഫ്രം എനി വൺ ബാക്ക്. ഐ ഹാവ് എ ലോട്ട് ടു ഗിവ്. The same thing can apply with wealth also. When he said ഇങ്ങനെ ഓരോരുത്തർ ക്യൂ ആയിട്ട് വന്ന് നിൽക്കും എന്നിട്ട് ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഇത് തന്നെ നമുക്ക് വെൽത്ത് മെഡിറ്റേഷൻ പോലെയും പ്രാക്ടീസ് ചെയ്യാം. ഇഫ് യു വാണ്ട് അബണ്ടൻസ്, കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് ഗ്രോത്ത്, എൻ്റെ സേവിങ്സ് അക്കൗണ്ട് ലൈക്ക് ബാങ്ക് ബാലൻസസ് ഇംപ്രൂവ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിൾ ടിപ്പാണ്. നല്ല കുറുക്ക് വഴിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുറുക്ക് വഴിയാണ്. നമ്മൾ ഇതുപോലെ ലവ് എനർജി കൊടുക്കണ പോലെ തന്നെ യു ഗിവ് വെൽത്ത് എനർജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അഗെയിൻ ആ പ്രെയർ മോഡിലേക്ക് വെറുതെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ് നമ്മുടെ കയ്യിൽ എന്തോരം എടുത്താലും തീരാത്ത അത്രയും റിച്ച്നെസ് ഉണ്ട്. ചാക്ക് കണക്കിന് സ്വർണ്ണോ വാട്ട് എവർ ഇറ്റ് ഇസ്, ലൈക്ക് ഇറ്റ് ഇസ് ദെയർ. ആൻഡ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്ന് നിൽക്കുന്നു, നമ്മളിങ്ങനെ നിറഞ്ഞ മനസ്സോടെ കൊടുക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വേറൊരു പ്രശ്നമാണ്, ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആള് ചിലപ്പോൾ നമ്മുടെ ആജന്മ ശത്രുവൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ ഒരു കസൻ ആയിരിക്കാം. അപ്പൊ കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇയാള് എന്ന് തോന്നിയാ പോയി. ദെൻ യു ഹാവ് ടു റീവൈൻഡ്. അവിടെ കിട്ടിയിട്ടുണ്ട്, അതാണ് പെട്ടെന്ന് അവിടെ സ്ട്രൈക്ക്. ദെൻ യു ഹാവ് ടു റീവൈൻഡ്. തിരിച്ചു വാങ്ങിക്കണോ വാങ്ങിക്കുന്ന ആൾക്കും? ഇല്ല, ഇയാളുടെ എനിക്ക് വാങ്ങിക്കണല്ലോ തിരിച്ചും. ഇല്ല, ഇതിന്റെ എന്താണ് അതെ, തിരിച്ചു വാങ്ങിക്കുന്ന ആൾക്കും he can also a negative feeling against the giver. നോക്കണില്ല, നമ്മൾ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആരോടെങ്കിലും അങ്ങനെ ഗ്രഡ്ജ് തോന്നുകയാണെങ്കിൽ അവിടെ അത് ബ്രേക്ക് ആയി, എനർജി സൈക്കിൾ ബ്രേക്ക് ആയി. അപ്പൊ കുറച്ച് റിവൈൻഡ് അടിച്ചിട്ട് അതിന് മുമ്പത്തെ ആള് മുതൽ വീണ്ടും ഇയാൾ വരുന്നു, അയാൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ഫുൾ ഹാപ്പിനെസ്സിൽ ഇത് കൊടുക്കുന്നു. അതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. ഐ ആം ഗിവിംഗ് വിത്ത് ഓൾ മൈ ലവ്, അബണ്ടൻസ് ആൻഡ് വെൽത്ത് അങ്ങനെ കൊടുക്കുകയാണ്. അതെങ്ങനെ ഒരു 5 മിനിറ്റ്സ് ചെയ്യാം. ഇത് ചെയ്യുമ്പോഴും ഇതേ റിസൾട്ട് കിട്ടും. നമ്മൾ ലവിന് വേണ്ടി ചെയ്ത പോലെ തന്നെ കിട്ടും. ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും, കൂടുതൽ വെൽത്ത് വരാൻ തുടങ്ങും, കൂടുതൽ സോഴ്സസിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതൊരു മാജിക്കൽ സംഭവമാണ്, എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വണ്ടർഫുൾ സംഭവമാണ്. യെസ്, എല്ലായിടത്തും പോകുമ്പോഴും അങ്ങേക്ക് വലിയ ഒരു സ്നേഹമാണ് കിട്ടുന്നത്.
പലപ്പോഴും പണ്ടത്തെ ചില രാജഭരണ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ രാജകുടുംബങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് പറയുമ്പോൾ നല്ലതുണ്ടാവില്ല. പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങയോട് ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഫീലിംഗ് പലപ്പോഴും എനിക്ക് കാണാറുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ജനങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്ന, അവരുടെ കുറേയേറെ കാര്യങ്ങൾക്ക് ദീർഘവീക്ഷണത്തോടുകൂടി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു രാജകുടുംബം, അതിൻ്റെ ഒരു കണ്ണി, അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ ആ ഒരു സ്നേഹം, ആദരവ് എവിടെ ചെന്നാലും കിട്ടാറുണ്ട്. അങ്ങേക്ക് അതിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കാറുണ്ടോ? ഈ സ്നേഹം, ഈ ഒരു ആദരവ് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നതെന്നൊക്കെ? പൂർവികർ ചെയ്ത നല്ല കാര്യത്തിന്റെ, അതെ, നല്ല കാര്യത്തിന്റെ ആ ഷാഡോയിൽ ഞാൻ കൂടെ പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആരുടെ ഒരു ഹേറ്റഡും വെക്കാറില്ല. I think it runs in their royal ബ്ലഡില്. because ഇപ്പോഴേ നമ്മൾ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടാലും ചില കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് ആദ്യം വിഷമം വരും, പിന്നെ അവരവരുടെ ചെയ്യുന്നു, നമ്മൾ തെറ്റായിട്ട് ചെയ്തില്ലാത്ത കാര്യം. തോന്നിയിട്ടുള്ള ഒരു കാര്യം is like സാധാരണക്കാരിൽ നിന്ന് നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതിലും ഒരുപാട് അധികം humbleness which we don't expect from a royal lineage. അത്രയും humbleness and humility we actually get from ഇപ്പം അമ്മ തമ്പുരാട്ടി നിന്നാണെങ്കിലും ഒക്കെ the way she നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ സാഷ്ടാംഗം സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ the way she bends down is like this, backbone അടക്കം she does it അല്ലേ, and that is from her heart. It is not showing off ഒന്നും അല്ല, അത് ശരിക്കും it touches അല്ലേ, it really touches you, like oh wow, the way they express their love towards you എന്നുള്ളത്, it is something very divine. അപ്പൊ നമുക്കും അങ്ങനെ ആവാൻ തോന്നും. പിന്നെ ചില റോയൽറ്റീസിനൊക്കെ, ചില റോയൽ ഫാമിലീസ് അവരൊക്കെ ഇപ്പോഴും ആ പഴയ പ്രൗഢി തന്നെയാണ് ജീവിക്കുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാണ്. അവർക്ക് പല എന്താണ് ചിലർ MPs ഒക്കെ ആയിട്ടുണ്ട്. അതെ, അങ്ങനെ ഭരണം തുടർന്ന് പോകുന്ന രീതി അവിടെയുണ്ട്. ഇപ്പോ അങ്ങ് എപ്പോഴെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടോ അന്ന് രാജഭരണം ഉണ്ടായിരുന്ന കാലം? ഇന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഒരു നഷ്ടബോധം എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടബോധം പാടില്ല. ശരിക്കും സ്പിരിച്വാലിറ്റിയിൽ സംതിങ് എൽസ് ഐ വുഡ് ലൈക്ക് ടു ഇന്റർവീൻ. സ്പിരിച്വാലിറ്റിയിൽ യു ടെൽ അബൌട്ട് റീബേർഡ്സ് അല്ലേ, യു ടെൽ അബൌട്ട് റീബേർഡ്സ്. അപ്പം a person being born into a specific family is not by accident. It is of all the karmas which he has reaped in his past lives. Okay. അതിന്റെ കണക്ഷൻസും pre-programmed or destined ആണ്. അപ്പം he is not simply sitting here. He didn't like simply ഇങ്ങനെ പൊട്ടിമുളച്ച് ഇവിടെ വന്നതല്ല. ഏതോ കഴിഞ്ഞ ജന്മത്തിൽ ചക്രവർത്തിയും രാജാവും ഒക്കെ ആയിരുന്നു. ഒരുപാട് ജനങ്ങളെ സഹായിച്ച ആളായിരിക്കും. ജനങ്ങൾക്ക് ഇപ്പോഴും എക്സാക്ട്ലി ആയിരിക്കാമല്ല. That is a fact. അങ്ങനെ വരുമ്പോ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പൂർവ്വജന്മത്തിലെ കർമ്മഫലമായിട്ട് ഇവിടെ ഇങ്ങനെ പല എന്തോരം ലൈഫ് ടൈംസ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായിരുന്നിട്ടുണ്ടാവണം ഈ ജേർണലിസ്റ്റ്? ഈ ജന്മത്തിൽ ആയിരുന്നു. ജേർണലിസ്റ്റ് ആണ്. കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു? ജന്മത്തിൽ വൈസ്രോയോ എന്തെങ്കിലുമൊക്കെ ദിവാൻ പേഷ്കാർ ഒക്കെ ആവാം, പറയാകൂല. അല്ല, ഈ പൂർവ്വജന്മം അങ്ങനെ ഒരു സംഭവം അല്ലെ? പൂർവ്വജന്മം എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ലീനിയർ ഫോമാറ്റിൽ പറയണതാണ്. ബിഫോർ അങ്ങനെ ഓരോ ജന്മം. ആക്ച്വലി നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യാന്ന് പറയും. നമ്മൾ പാരലൽ യൂണിവേഴ്സസിൽ, പാരലൽ ഡയമെൻഷൻസിൽ കോ എക്സിസ്റ്റ് ചെയ്യാണ്. അവിടെ നമ്മളിപ്പോഴും നമ്മുടെ സോൾ എക്സ്റ്റൻഷൻ വേറെ ഒരു രൂപത്തിൽ ജീവിക്കുന്നുണ്ടാവും. അപ്പൊ ഇദ്ദേഹം വേറെ ഒരു പാരലൽ ലൈഫ് ടൈമിൽ ചിലപ്പം അവിടുത്തെ രാജാവായിരിക്കാം. ഓക്കെ, ഇപ്പോഴും പാരലായിട്ട് മറ്റൊരു ലോകം ഉണ്ട്. മൾട്ടി മില്യൺ യൂണിവേഴ്സസ് ഉണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടെ മനസ്സിന്റെ വലിപ്പം പോലെയാണ് ഈ പ്രപഞ്ചം. അതെ, നമ്മുടെ മനസ്സിന് എന്തോരം കൺസീവ് ചെയ്യാൻ പറ്റുമോ അതാണ് പ്രപഞ്ചത്തിന്റെ വലിപ്പം. പറയില്ലേ, എട്ടും പൊട്ടും തിരിയില്ല. അതെ അതെ അതെ, എട്ടും പൊട്ടും തിരിയാത്തവരാണ്. പൊട്ടെന്ന് വെച്ചാൽ എന്താ? ബിന്ദു സ്ഫോടനം. ദി ബിഗിനിങ് ഓഫ് യൂണിവേഴ്സ്, ബിഗ് ബാങ്. എട്ടെന്ന് പറഞ്ഞ ഇൻഫിനിറ്റി. രണ്ടു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എട്ടും പൊട്ടും തിരിയാത്തവന് അവന് വലിയൊരു അങ്ങനെ ഒരു അർത്ഥം നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മൾ സാധാരണ പറയുന്ന ഒരു ഫ്രേസ് ആണ് അതില്. ബിഗ് ബാങ്ങും ഇൻഫിനിറ്റിയും, കണക്ടിങ് ബിഗ് ബാങ് ആൻഡ് ഇൻഫിനിറ്റി ടുഗദർ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ചരിത്രപരമായിട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു ഹോളാണിത്. വളരെ പ്രസിദ്ധരായിട്ടുള്ളവർ, പ്രമുഖരായിട്ടുള്ളവരൊക്കെ തന്നെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഗാന്ധിജി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗാന്ധിജി ഇവിടെ എത്തിയതിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അങ്ങേക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ
അന്ന് ഈ രൂപത്തിലല്ലായിരുന്നു. പിന്നെ 1929-ലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്ന ഒരു മുക്കാ മണിക്കൂറോളം സംസാരിക്കേണ്ടായി അന്നത്തെ മഹാരാജാവും. എന്നുവെച്ചാൽ അന്ന് മഹാരാജാവ് ആയില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാ കേട്ടത്, മഹാരാജാവ് ആയിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു. അപ്പോഴും പറഞ്ഞു ക്ഷേത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന പറഞ്ഞു എന്നാ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടാ പോയത് വല്യമ്മയും. ഗാന്ധിജി വന്നിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മറ്റ് നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. പിന്നെ ശിവാനന്ദ സ്വാമി വന്നിട്ടുണ്ട്. ശരി. കൃഷ്ണദേവാനന്ദ സ്വാമി വന്നിട്ടുണ്ട്. അങ്ങനെ പല മേഖലയിലുള്ള പല ആൾക്കാരും വന്നിട്ടുണ്ട്. അതെ, ഇപ്പൊ നിങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും. ഇപ്പം ഈ അനന്തപത്മനാഭന്റെ മണ്ണ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം, ചരിത്ര പ്രാധാന്യമുള്ളതാണ്, പുണ്യഭൂമിയാണ് എന്നൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചറിഞ്ഞ അറിവുണ്ട്. അതുപോലെ തന്നെ ഈ കവടിയാർ കൊട്ടാരവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടും ഉള്ളത്. ഈ പഴയ തമ്പുരാട്ടിമാരുടെ കുട്ടിക്കാലത്തെ ചില ഓർമ്മകളൊക്കെ തന്നെ അശ്വതിബായി തമ്പുരാട്ടി പങ്കുവെക്കുന്നത് കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ഉണ്ണിയപ്പം കട്ടെടുത്ത് തലയണയുടെ അടിയിൽ വെക്കുന്നതും ഉറുമ്പ് കയറുന്നതൊക്കെ ആയിട്ടുള്ള ഓർമ്മകൾ പങ്കുവെച്ച് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഉണ്ണിയപ്പം കട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ വലിയ ഈ ചോക്ലേറ്റോ നമ്മുടെ കാലം ഉണ്ണിയപ്പം ചോക്ലേറ്റ്, അല്ലെങ്കിൽ ക്രീം ബിസ്ക്കറ്റ്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പഴയ കൊക്കക്കോള, തംസപ്പ്, അതൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് കുറച്ചുകൂടി ഉത്സാഹം. ഈ പലർക്കും ഉള്ളൊരു ധാരണയാണ് അനന്തപത്മനാഭന്റെ മണ്ണ് എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് അനന്തപത്മനാഭൻ എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് വൺ എൻറ്റിറ്റി എന്നാണ്. വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ലൈക്ക് അനന്തൻ ആൻഡ് പത്മനാഭൻ ടുഗെദർ. ആ എനർജി ഇസ് സോ ബ്യൂട്ടിഫുൾ ഹിയർ. പത്മനാഭ സ്വാമി ടെമ്പിളിൽ അനന്തന്റെ എനർജി ഇസ് സോ മാസീവ്. അനന്തൻ ഇസ് ആക്ച്വലി ഒരു പ്രീഡോമിനന്റ് ഫോഴ്സ് ആണ്. അനന്തപുരി, അനന്തന്റെ പുരിയാണ്. പക്ഷെ അനന്ത പത്മനാഭ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് വേറൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഈ അനന്തൻ മീൻസ് അനന്തത, അനാദി, ആദിയും അന്തവും ഇൻഫിനിറ്റ്. വിഷ്ണു മീൻസ് സർവവ്യാപി. സർവവ്യാപിയെ അനന്തതയുമായിട്ട് ലയിപ്പിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഇൻഫിനിറ്റി ആൻഡ് ബിഗ് ബാങ് പോലെ സെയിം. അതിന്റെ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഏത് ആ തന്ത്രി ഏത് ഉദ്ദേശത്തോടെ ഇവിടെ വരുമ്പം they should also feel അനന്തൻ. അനന്തന്റെ ആ ഒരു എനർജി is so beautiful here. Padmanabha's energy is also so beautiful. രണ്ടുപേരും ഒരുമിച്ച് ചേരുന്ന ഒരു ഇത്. കാരണം പത്മനാഭദാസന്മാരാണ് ഇവിടെ ഉള്ളത് എല്ലാവരും. അദ്ദേഹത്തിനും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൺകുട്ടികളെ മാത്രമാണ് അവിടെ ആ ഒരു പത്മനാഭദാസനായിട്ട് അവിടെ ഒറ്റക്കൽ മണ്ണിൽ കിടത്തിയിട്ട് പറയുന്നത് അല്ലേ. അപ്പൊ ഈ കുടുംബത്തിൽ ഇപ്പോഴും ജനിക്കുന്ന ആൺകുട്ടികളെ ഉണ്ട് പറയാറുണ്ട്, പത്മനാഭദാസനായിട്ട് പറയാറുണ്ട്. ഒരു വയസ്സ് കഴിയുമ്പോഴാണ് അത് ചെയ്യുന്നത് അല്ലേ. ഓക്കെ. ഞാൻ കഴിഞ്ഞ വേറെ ആരും കിടത്തിട്ടില്ല. എന്താ പറയുന്ന പോലെ I am the last. Not least. Not the last. No, but not the least. അങ്ങയുടെ ഇപ്പൊ നമുക്ക് കൂടുതൽ പേർക്കും അറിയാവുന്നുള്ളത് പത്മനാഭപുരം കൊട്ടാരം, തിരുവിതാംകൂർ രാജകുടുംബം, അവിടുത്തെ ഇളമറ തമ്പുരാൻ. അങ്ങയുടെ പ്രൊഫഷണൽ ലൈഫ് ഒന്ന് പരിചയപ്പെടുത്താമോ? പ്രൊഫഷണലായിട്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ആൾക്കാരൊക്കെ ചിരിച്ചു. ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പോ? ഞാൻ പഠിക്കാനൊക്കെ ബിലോ ആവറേജ് ആയിരുന്നു. പഠിക്കാനകത്ത് ഒട്ടും എടുക്കണോ അങ്ങനെയൊന്നും അല്ലായിരുന്നു, എല്ലാവരുടെയും പോലെ. അതെ. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് അതിൽ ഒരുപാട് അറിയാമല്ലോ, സയന്റിഫിക് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അത് അത്ര കൊണ്ട് ശരിയായിട്ട് പോയില്ല. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് BCom മാറി. I wanted to be BCom. So BCom എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് കാറിൻ്റെ മെക്കാനിസം കുറച്ച് ക്രേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് മെക്കാനിസം പഠിക്കാൻ മധുര TVS പോയി. ഓക്കെ. ശരിക്കും യൂണിഫോം, കോക്കി യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ 8 മണിക്ക് പഞ്ച് ചെയ്യണം, ലഞ്ച് ബ്രേക്ക് 45 minutes. അങ്ങനെ ഒരു 6-7 മാസം പോയി പഠിക്കാൻ വേണ്ടി പോയത്. ഒരു ഡിസിപ്ലിൻ വെച്ചാൽ 8 മണിക്ക് മറ്റേത് ക്ലോക്ക് അനുസരിച്ച് അവിടെ വർക്ക് ചെയ്യണം. അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ മാനേജ്മെന്റ് സ്റ്റഡിയിലോസ് പോയത്. ചെന്നൈയിൽ ഒരു കമ്പനിയിലോട്ട്
വർക്ക് ചെയ്തു ഒരു 1 year. പിന്നെ ഞങ്ങളുടെ ഫാമിലി ബിസിനസ് ഉണ്ട് ആസ്പിൻ മോൾ. ഓക്കെ. ആ, ഇപ്പൊ അതിന്റെ ഡയറക്ടർ. ഡയറക്ടറാണ്. മെയിൻലി എക്സ്പോർട്സ് ആണ്. ഓക്കെ. കൊയർ മാറ്റ്സ്, മാറ്റിങ്സ്, കോഫി എക്സ്പോർട്ട്, C&F. യെസ്. പഠിക്കുന്ന കാലത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സുഹൃത്തുക്കളുമായിട്ടൊക്കെ? കാരണം കൊട്ടാരത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അപ്പൊ ആദ്യമൊക്കെ ഇവർക്ക് കുറച്ച് രാജാവെ വാളുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും പറഞ്ഞാലും ഗുണമില്ലാന്ന്. നമ്മുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാലോ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളായാലും കോളേജായാലും, സ്കൂള് മറ്റേ 3:15 മിക്കവരും എൻ്റെ കൂടെ തന്നെ നിൽക്കും. ഞാൻ കഴിയുന്ന ആൾക്കാർക്ക് ലിഫ്റ്റ് കൊടുത്തു. സ്കൂളിൽ പഠിക്കുമ്പോ പഴയ അംബാസഡർ കാറായിരുന്നു. എന്റെ കാറിന്റെ അകത്ത് ഒരു 10-12 പിള്ളേരെങ്കിലും കാണും. വരുന്ന വഴി എല്ലാവരും വീട്ടിൽ കൊണ്ടുവിടും. കോളേജിലായിരുന്നപ്പോ ഒരു സ്റ്റാൻഡേർഡ് 20 വാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏകദേശം 20 പേര് മറവയസിലാണ് പഠിച്ചത്. പട്ടം വെള്ളയമ്പലം വഴി കറങ്ങി തൊഴിലെത്തും. അപ്പൊ ഇടയ്ക്ക് അമ്മ ഇവർക്ക് ചോദിക്കും, എന്താ കോളേജ് വിട്ടിരുന്ന് താമസിക്കുന്നത്? ആൾക്കാരൊക്കെ ഇറക്കി എന്തായാലും അല്ല, അന്ന് മുതലേ പരസ്നേഹി, പരോപകാരി. പരോപകാരവും എന്താ കോളേജിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു പ്രോക്സി അറ്റൻഡൻസ് വിളിക്കാനും. ഓ, ആരും വന്നിട്ടില്ലെങ്കിൽ നമ്മളിവിടെ അറ്റൻഡൻസ് വിളിക്കും. അത് ഒരാള് വന്നിട്ടില്ല, അപ്പൊ അതിന് പകരം അത് ചെറിയ മിമിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ 2 ശബ്ദത്തിലേക്ക് വിളിക്കും. ശരി, ഒരു മിമിക്രി ഇടാമോ? പാടില്ല. അല്ല അതാ. അപ്പൊ മിമിക്രിയായിട്ട് ചെയ്യാറില്ല, ഈ സൗണ്ട് അനുകരിക്കാൻ. ഇന്നോട് ഒരു അവസരത്തിലാവാം മൈക്കില്ലാതെ. കോളേജ് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. ആ ടൈപ്പ് അല്ല. അങ്ങനെ ഞാൻ അത്രക്കാരനല്ല. എല്ലാരും കാണുന്നവരൊക്കെ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞ സത്യമാണ്. കോളേജിൽ ആരെങ്കിലും കോളേജ് അങ്ങനെ ഇല്ല. സ്പോർട്സ് ഉണ്ട്. ക്രിക്കറ്റ് അന്ന് ക്രിക്കറ്റ് ആയിരുന്നു. ഇന്ന് ബാഡ്മിന്റൺ ഉണ്ട്. എനിക്ക് 5 കോർട്ടുണ്ട് ഇവിടെ സ്വന്തമായിട്ട്. ഇൻഡോർ കോർട്ട്. പിന്നെ ഒരു 300-400 കുട്ടികൾ കോച്ചിങ്ങിന് വരാറുണ്ട്. ശരി. എപ്പോഴും ആക്റ്റീവ്. അതെ. 22 വർഷമായിട്ട് ഏകദേശം ഒരു 61 കിലോ നിൽക്കുകയാണ് വെയിറ്റ്. 72 ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ഫാദർ അച്ഛനൊരു ആക്സിഡന്റില്ല അച്ഛൻ പോകുന്നു. അപ്പൊ ആ ഒരു ഷോക്കില് ഒരു 12 കിലോ കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 കിലോ കൂട്ടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡെയിലി എക്സസൈസും ഉണ്ട്. എല്ലാ ഓണക്കാലത്തും ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് ഓണത്തിനുള്ള റിലീസ് അല്ലെങ്കിൽ സിനിമകളൊക്കെ തന്നെ. സിനിമ കാണാറുണ്ടോ? അത്യാവശ്യം, വളരെ അത്യാവശ്യം കാണാറുണ്ട്. ഇപ്പൊ ഈ സുമതി വളവ് എന്ന് കുറെ കേട്ടിട്ടുണ്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ള ഒരു യക്ഷി സങ്കല്പ കഥയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിനിമ ഇപ്പൊ റിലീസിന് ഇടുകയാണ്. രാത്രി ആവാറായി. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിട്ട് യക്ഷി ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇല്ല എന്ന് നമുക്ക് എഴുതി തള്ളാൻ ഒക്കില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു യക്ഷി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആയാലും ഗോസ്റ്റ് ആയാലും, വെദർ ഇറ്റ് ഈസ് ഇപ്പൊ നമ്മള് ഇംഗ്ലണ്ടിലേക്ക് ഡ്രാക്കുല, അല്ലെങ്കിൽ വാട്ട് എവർ ഫോം ഓഫ് നെഗറ്റീവ് സ്പിരിറ്റ്, നെഗറ്റീവ് എനർജി, അതുണ്ട്. പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയാണല്ലേ? എന്ന് വെച്ചാല് യക്ഷി എന്ന് പറയുമ്പോ ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വെള്ളസാരിയും മുടി അയച്ചിട്ട് ചോദിക്കുന്ന അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജി ആൻഡ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്, അതെ, ഇറ്റ് ക്യാൻ ബി എ person with lot of negative energy. It can be a person. Okay. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഇവിടെ തന്നെ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം മാച്ചളായി. നമുക്ക് പ്രേതവും ഭൂതവും ഒക്കെ പോട്ടെ, നമുക്ക് ഓണത്തിലേക്ക് വരാം. വർത്തമാനത്തിലേക്ക് വരാം. ഇപ്പൊ അങ്ങേക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഓണത്തിന് ഏത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് നടത്തുക? ഇപ്പം പ്രഖ്യാപനങ്ങളുടെ സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രഖ്യാപിക്കണോ ഒരു ഓണ സന്ദേശം? നമുക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം ഫ്രീ മൂവ്മെൻറ്റ്, ദൂരത്തോട്ട് എത്രയും വേഗം എത്തുക, കണക്ടിവിറ്റി ബിറ്റ്വീൻ ഇൻ ദി വേൾഡ്. ഓക്കെ. അപ്പോൾ നല്ല റോഡ്സ്, നല്ല റെയിൽ, നല്ല എയർപോർട്ടായാലും ഇതെല്ലാം ഈ കേരളത്തിലും തിരുവനന്തപുരത്തും ഇന്ത്യയിലും എല്ലായിടത്തും നല്ലോണം പറഞ്ഞു. അതുപോലെ കൂടുതൽ ഇപ്പോൾ പറയാൻ ആശിക്കുന്നത്
റോഡിൽ ഇറങ്ങി വണ്ടി ഓടിക്കുമ്പോൾ നിയമം കഴിയുന്നതും പാലിച്ച് വണ്ടി ഓടിക്കുക, പ്ലാസ്റ്റിക് വഴിയിലിടരുത്, ഗാർബേജ് ഫ്രീ സോൺ ആക്കുക ഇൻസ്റ്റെഡ് ഓഫ് ഫ്രീ ഗാർബേജ് സോൺ. ഓക്കെ. ഇത് നമ്മളെ ഈ ടൂറിസ്റ്റ് സെൻറ്റേഴ്സിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. പ്ലാസ്റ്റിക് വാരിയിടുന്നത് ഏറ്റവും വളരെ ഒരു വിഷമപ്പെട്ട കാര്യമാണ്. അതൊക്കെ എല്ലാം മാറ്റിയിട്ട് നല്ലൊരു ക്ലീൻ ഗ്രീൻ എല്ലാവരും എല്ലാ ആൾക്കാരും കഴിഞ്ഞാൽ മൂദേവി പുറം പോയിട്ട് ശ്രീദേവി അകത്ത് വരുന്ന വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമാണത്. നമ്മുടെ ഉള്ളിൽ നിന്നും നെഗറ്റിവിറ്റി ഫ്ലഷ് ഔട്ട് ചെയ്യുക, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫ്ലഷ് ഔട്ട് ചെയ്യുക, നമ്മുടെ വീടിന്റെ പുറത്ത് ഉള്ള സ്ഥലങ്ങളെല്ലാം വൃത്തിയാക്കി. നമ്മുടെ ഒരു പുതിയ മൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു 10 അടി എല്ലാവരും വൃത്തിയാക്കുക. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം വിൽ ബി നെക്സ്റ്റ് ലെവൽ. തീർച്ചയായിട്ടും അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇന്നു മുതൽ അങ്ങനെ ചിന്തിക്കാം. ഞാൻ ചിന്തിച്ച് പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് ഇപ്പോൾ തീരുമാനിക്കുക. ഈ ഓണ സമയത്ത് ഇത്രയും സുന്ദരമായ ഒരു ടോക്കിന് അവസരം തന്ന അങ്ങേക്ക് വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി ഓണാശംസ അറിയിക്കുകയാണ്. ഇവിടെ ചേർന്ന എല്ലാവർക്കും ഓണാശംസ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു.